അപ്പോൾ ഗൈസ് ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടി ഒരു ഇൻട്രോ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം 2 ഇൻട്രോ ഞാൻ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ 2 ഇൻട്രോ ഇപ്പോൾ കാണിക്കും. ആ 2 എണ്ണത്തിനകത്ത് ഞാൻ ടാഗ് കൊടുത്തിട്ടുണ്ടാവും 1, 2 എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ ഏതാണോ അത് 1 ആണോ 2 ആണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ ഇതാ ഇൻട്രോ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഹലോ ഗായ്സ്, ഞാനാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറേ നാളെ കണ്ട TS നമ്മൾ മൈൻക്രാഫ്റ്റായിട്ട് വന്നിട്ട് കുറേ അധികം ദിവസങ്ങളായി. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇതുകൊണ്ടേ നമ്മൾ നിൽക്കുന്ന എയറിലാണ്, എനിക്കറിയാം ഗൈസ്. നമുക്ക് നേരെ താഴോട്ട് പോകാം. ഞാൻ ക്രിയേറ്റീവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്നത് തന്നെ. അപ്പം വേറെ ഒന്നല്ല ഞാൻ പറയാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെറിയൊരു വെറൈറ്റി ആയിട്ടാണ്. നിങ്ങൾക്കറിയായിരിക്കും ഇപ്പം നമുക്ക് ക്രിസ്മസും കാര്യങ്ങളൊക്കെയാണ്. അറിയാം നമുക്ക് ക്രിസ്മസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ക്രിസ്മസും കാര്യങ്ങളും കഴിഞ്ഞു, അത് എനിക്കറിയാം. ഇപ്പോൾ നമ്മൾ ക്രിസ്മസും കാര്യങ്ങളും കഴിഞ്ഞു, പക്ഷേ അതിന് മുമ്പ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ക്രിസ്മസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചെറിയൊരു പണി നമ്മൾ വരുന്നില്ല. ക്രിസ്മസൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക ചെറിയൊരു പരിപാടി ചെയ്യാൻ പോകണമായിരുന്നു ഗൈസ്. ക്രിസ്മസിന് എൻ്റെ വീട്ടിലുണ്ടാക്കി പുൽക്കൂടിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കണ്ടെന്ന് വിചാരിക്കുന്നു, പക്ഷേ അതിനൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് കളയേണ്ടി വന്നു. ഞാനത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനത് മാറ്റിയിടാനൊന്നും നിന്നില്ല, കാരണം കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു വീഡിയോ ഇട്ടത്. പക്ഷേ കോപ്പിറൈറ്റ് വന്നപ്പം അതൊന്ന് പോയി. അതുകൊണ്ട് ഇനിയിപ്പം ആദ്യം ഞാൻ ആ ഒരു വീഡിയോ ഇടുന്നില്ല. എനിക്ക് ഇനിയിപ്പം 7 പേരും കണ്ടുള്ളൂ. ഞാൻ പിന്നെ ആദ്യം ഇടുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. വ്യൂസ് കയറുന്നുണ്ടായിരുന്നു, പക്ഷേ കോപ്പിറൈറ്റ് അല്ലേ, സ്ട്രൈക്കിങ്ങാനും ചാനലിൽ വീണാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ പോയില്ല. അപ്പം ഏതായാലും ഞാൻ ഇന്നെന്ന് വിചാരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പുൽക്കൂടൊക്കെ കാണിക്കാൻ പറ്റി, പക്ഷേ കളയേണ്ടി വന്നു. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, വെറൈറ്റിക്ക് നമുക്ക് ഈ മൈൻക്രാഫ്റ്റിലൊരു ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കാം ഗൈസ്. അത് തന്നെ, അതെ, മൈൻക്രാഫ്റ്റിൽ നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നു ഗൈസ്. അതായത് ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ പരന്നൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് വെറുതെ ഒരു പുൽക്കൂട് ഉണ്ടാക്കും ഗൈസ്. വലിയ പുൽക്കൂടൊന്നുമല്ല, ജസ്റ്റ് വെറുതെ. കാരണം മൈൻക്രാഫ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പണിയാൻ പറ്റും. പക്ഷെ പുൽക്കൂട് പോലും നായി വേണമെന്നില്ല ഗൈസ്. ഒരു ചെറിയ 2 മലയും പിന്നെ ഒരു പുൽക്കൂട് ആക്കാൻ പറ്റിയൊരു കാര്യമുണ്ട് ഗൈസ്. അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് ആക്കാൻ പറ്റുമെന്ന് അറിയണം ഞാൻ. പക്ഷെ ആക്കാൻ പറ്റാൻ വഴിയില്ല ഗൈസ്, കാരണം നമ്മൾ ആർമർ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനകത്ത് ആക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. കാരണം ആർമർ സ്റ്റാൻഡിൽ നമുക്ക് ഈ ഒരു ബെഡ് റോക്ക് എഡിഷനിൽ അതിനകത്ത് എനിക്ക് പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇനി പറ്റുമെങ്കിൽ തന്നെ അത് എങ്ങനെയാണെന്ന് എനിക്ക് പിടിയില്ല. നോക്കാം, ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ വെക്കാതെ തന്നെ ആക്കാം. ജസ്റ്റ് പുൽക്കൂട് മാത്രമായിട്ട് വെറുതെ ഒന്ന് പിടിപ്പിച്ച് നോക്കാം നമുക്ക്. നമ്മൾ ഇതുവരെ ചെയ്തില്ലാത്തൊരു കാര്യമായിട്ടാണ് ഞാൻ പിന്നെ ഇച്ചിരി പൊക്കം കൊടുക്കാം. ഇവിടെ ഇച്ചിരി കൂടെ പൊക്കം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് വെച്ചേക്കാം. താഴോട്ട് ഇറങ്ങണം. ഇവിടെയൊക്കെ ഒരു മലയാണ്, വെറുതെ ജസ്റ്റ് മല. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ കാണിച്ചു വെക്കുന്നതാണ്. ഇതിന് സംഭവം നീ കാണിക്കുന്നത് പുൽക്കൂടാന്ന് പറഞ്ഞ് നീ കാണിച്ചു വെക്കുന്നത്. ഇച്ചിരി വലിയ മലയൊന്നും അല്ല, ജസ്റ്റ് ചെറിയൊരു മല നമുക്ക് പണിത് വെക്കാം. പുൽക്കൂട് കാണാൻ ഭംഗിയുണ്ടാവുമെന്നില്ല. ഞാൻ എൻ്റെ രീതിയിൽ മൈൻക്രാഫ്റ്റിൽ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ മല പോലെയാണ് പണിത് വെക്കാം. മലയൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല ഗൈസ്. എനിക്കരുത്, എനിക്ക് ഈ പരിപാടിയൊന്നും അറിയാൻ പാടില്ല ഗൈസ്. കൊള്ളാം, പീസ്ഫുള്ളി. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ സൂ
അത് പറഞ്ഞപ്പോൾ നമ്മൾ സൂവിൻ്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടെ ഗൈസ്. സൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, അത് വേറൊന്നുമല്ല ഗൈസ്. അതായത് നമുക്ക് ഇൻട്രോ വേണം. അതായത് നമ്മൾ നല്ലൊരു പുതിയ ഇൻട്രോ എനിക്ക് വേണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ പുതിയ ഇൻട്രോ വെക്കാൻ വേണ്ടി ഞാൻ 2-3 ഇൻട്രോ നിങ്ങളെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലെ പുൽക്കൂട് പണിയുന്നൊരു വീഡിയോ ഇട്ടില്ലേ, അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രോ എന്താ പറയുക ശരിയായില്ല. അപ്പം ഇൻട്രോ നിങ്ങൾക്ക് കാണാൻ പറ്റി കാണുമല്ലോ, ഞാൻ ഓൾറെഡി ഡിലീറ്റ് ആക്കിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് ഞാൻ ആ ഒരു ഇൻട്രോയുടെ ഒരു ഇത് ഇടുക. അതായത് ഇൻട്രോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അന്നേരം എനിക്കും അതാണ് നല്ലത്. നമുക്ക് നമ്മുടെ ചാനലാകുമ്പോൾ നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് ഏത് ഇൻട്രോ ആണ്. അപ്പോൾ ഇൻട്രോ നിങ്ങൾ തീരുമാനിക്കണം ഗൈസ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇൻട്രോ ഞാൻ ഇടുന്നുണ്ട് ഗൈസ്. ഞാൻ ഇതിനകത്ത് 2 ഇൻട്രോ ഇടും. അതിനകത്ത് ഓരോ ഇൻട്രോയ്ക്കും ഇതുണ്ടാവും. 1ാമത്തെ ഇൻട്രോ, 2ാമത്തെ ഇൻട്രോ, 2 ഇൻട്രോയാണ് മെയിനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഏത് ഇൻട്രോയാണ് വേണ്ടത് നിങ്ങൾ പറയുക. 1ാമത്തെ ഇൻട്രോ ആണ്, 2ാമത്തെ ഇൻട്രോ ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ഇൻട്രോ നമുക്ക് ഇടാം. നമ്മുടെ ചാനലിൻ്റെ ഒഫീഷ്യൽ ഇൻട്രോ ആയിട്ട് നമുക്ക് സെറ്റാക്കാവുന്നതാണ്. ഞാൻ തന്നെ ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ട് ഞാൻ തന്നെ ഇൻട്രോ ആക്കിയെടുത്താണ്. ഞാൻ എഡിറ്റ് ചെയ്തല്ല, ഉള്ള പോലെ ഞാനൊരു ഇൻട്രോ ആക്കി. നമ്മുടെ റെൻഡർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സൈറ്റുണ്ട്, അതിനകത്ത് പോയിട്ട് നമ്മൾ എന്താ പറയുക ഇതേപോലെ എഡിറ്റ് ചെയ്തിട്ടാണ്. അപ്പം എഡിറ്റ് ചെയ്തല്ല, സോറി, അതിനകത്ത് നമ്മുടെ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞിട്ട് 2 ഉണ്ട്. അപ്പോൾ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും. ഓക്കെ, 2ാമത്തെയാണോ 1ാമത്തെയാണോ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇതാക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. നമ്മളൊരു അത് ഏതാണ്ട് രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെ പുൽക്കൂട് ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരണം അല്ലേ. ഇവിടെ നമുക്ക് വെള്ളച്ചാട്ടമാക്കാം. അപ്പോൾ ഇതൊന്നും പോരാ, സ്ഥലം ഇതൊന്നും പോരാ. സ്ഥലം നമുക്ക് ഇങ്ങോട്ടും കൂട്ടാലോ, കുഴപ്പമൊന്നുമില്ല. അത് വേണ്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു, എന്നാലും വേണ്ടിയില്ല, നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വലിയ ഭംഗിയൊന്നുമില്ല, വെള്ളം കാണാൻ പറ്റുന്നില്ല. ഷെയ്ഡർ ഇട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഷെയ്ഡർ ഓഫ് ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് അല്ലാത്ത രീതിയിൽ കാണാം. കണ്ണ് നോക്കണം ഇതൊക്കെ. വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ ഒന്നുകൂടെ നോക്കണം ഗൈസ്. ഓക്കെ, റെക്കോർഡ് ആവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം അടിപൊളി. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് സെറ്റാക്കി വെച്ചാൽ നമ്മൾ ഇത്രയും കൂടെ നീട്ടം വരും, അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി പുൽക്കൂടിൻ്റെ പണി, നമുക്ക് പുൽക്കൂടിൻ്റെ സംഭവം ആദ്യം റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തായാലും ഒരു മരത്തടി നമുക്കിന്ന് സെറ്റാക്കാം. ഈ ഒരു മരത്തടി ഞാൻ ഇങ്ങനെ എടുക്കുവാണ്. ഇത് വേണം, ഒരു കാര്യം ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് മരം ആവശ്യം വരും. നമുക്ക് മരം നമ്മുടെ രീതിയിൽ ഉണ്ടാക്കാം മരം. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം വെച്ച് ചെറിയ പുൽക്കൂടി ചെറുതല്ല, അന്നേരം സെറ്റാക്കാൻ പറ്റുമോ. അന്നേരം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതിപ്പോൾ പുൽക്കൂടിനേക്കാളും വലുതായി പോകും. അന്നേരം വേണ്ടില്ല, നമ്മൾ ചെറിയൊരു സാധാരണ രീതിയിലൊരു പുൽക്കൂട് അങ്ങ് ഉണ്ടാക്കുവാണെങ്കിൽ ഓക്കെ. ഇവിടെ വേണ്ട, ഇങ്ങോട്ടാക്കാം. ഇവിടെയായിട്ട് വരുന്ന മാതിരിയാക്കാം ഗൈസ്. ഇവിടെ വെക്കാം. അല്ല, ഇത് ഇവിടെ കൂടെ ഒരു ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് മണ്ടൊക്കെ ഒരു സാധനം വെച്ചാൽ മതിയല്ലോ. ഇത് മതി. ഇത് കുഴപ്പമില്ല, പുൽക്കൂടുകളുണ്ട് ടേസ്. അടിപൊളി അടിപൊളി. വലിയ കുഴപ്പമില്ല ഈസ്. കാരണം നമുക്ക് ഇച്ചിരി മിനിയേച്ചറായിട്ട് ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ ഈസ്. ഒരു ആടിനെ പിടിച്ചിടാം, അതിന് വേണ്ടി എക്സ് നോക്കണം. നമുക്ക് ഈ ഒരു ഇത് നോക്കാം. അതെ, നമുക്കിവിടെ ആകാശം പൊള്ളയാണല്ലോ, അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് ലൈറ്റിങ്ങാനും വെക്കാം. നമുക്കിവിടെ ആയിട്ട് ലൈറ്റ് വെക്കാം. നമുക്ക് അവിടെ ഒരു ചെറിയ വീടായിട്ടുണ്ട്, വീട് പോലെ ആക്കിയിട്ടുണ്ട് ഈസ് നമ്മളിവിടെ. നമുക്ക് അവിടെ 2-3 വേലി ഇങ്ങനെ വെക്കണം. വേലി വേണം. ഇവിടെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഇങ്ങനെ വഴി ഇങ്ങനെ പോകും. കൊട്ടാരമൊന്നും പണിതില്ല ഈസ്. എന്ത് ചെയ്യാനെന്ന് പറയാം, കൊട്ടാരമൊന്നും പണിയാൻ പറ്റിയില്ല. കൊട്ടാരമൊക്കെ നമുക്ക് ആക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ മിനിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഈ ബ്ലോക്കൊക്കെ വെച്ചൊരു മിനിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും അത്യാവശ്യം ഇതിങ്ങനെ എല്ലാം കയറിക്കോട്ടെ. വില്ലേജാണല്ലോ ഉദ്ദേശിക്കുന്നത്, അന്നേരം കുഴപ്പമില്ല, സീനൊന്നുമില്ല. ഇവിടെ പുൽക്കൂട്ടിലോട്ടുള്ള വഴി ഇതുകൊണ്ട് അവിടെ സെറ്റാക്കിയിട്ടുണ്ടോ. ഇതൊക്കെ നമ്മൾ പൊളിച്ചാണല്ലോ അല്ലേ. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. പൊളി. പിന്നല്ല ഓക്കെ, അപ്പം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇവിടെ
ഇതെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ വഴിയാക്കി വെക്കണം. ഇങ്ങനെ വഴിയാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ഈ വെട്ടം എടുക്കുന്ന സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് പിടിപ്പിക്കണം. ഇവിടെ ഇങ്ങനെ വെട്ടമാക്കാൻ വേണ്ടി സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അകത്ത് നോക്കിയാണെങ്കിൽ വെട്ടം പോലെ തോന്നും എന്നാണ് എൻ്റെ വിശ്വാസത. ഇവിടെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ റൂഫ് ആക്കണമല്ലോ. അപ്പോൾ റൂഫിന് വേണ്ടിയുള്ള സാധനം എടുത്ത് മാറ്റി വെച്ച് തറക്കാലം ഇതിരിക്കട്ടെ. അയ്യോ ഇത് ഇന്ന് മൂടിപ്പോയി. ഞാൻ ചീറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി രാത്രി ആക്കിയിട്ട് കാണാം ഗൈസ്. നമുക്ക് രാത്രി ആക്കാം. നൈറ്റ് ആക്കിയിട്ട് ഒക്കെ അടിക്കാം. പക്ഷേ എൻ്റെ വഴി ഇതാണ് കേട്ടോ. രാത്രിയിലത്തെ ഒരു വ്യൂ കണ്ടിട്ടുണ്ട്. നമ്മൾ പുൽക്കൂടിൻ്റെ ഒരു രാത്രിയിലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ്. സെറ്റ് ഒരു അടിപൊളി. ഞാൻ വെറുതെ ഒരു വെറൈറ്റിക്ക് നമുക്കൊരു കണ്ടന്റിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. അടിപൊളിയാണ്. വെള്ളച്ചാട്ടമാണ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വെട്ടം വെച്ചത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എത്ര ആൾ നിന്നിട്ട് ഇങ്ങനെ വരുമ്പം കാണുമ്പോൾ ഇതെങ്ങനെയാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലം ഞാൻ ആക്കിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് കാണുവാണെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെ നമ്മുടെ പുൽക്കൂടാണെന്ന് മനസ്സിലാകത്തില്ല. ഇത് പുൽക്കൂടാണെന്നും മനസ്സിലാകത്തില്ല. എന്നാലും വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്ത് വെച്ചതാണ്. വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണ്. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ചെറിയ സ്ഥലത്ത് ഇത്രയും പണിയാൻ പറ്റി. അവിടെ കുളത്തിൽ മീനും കാര്യങ്ങളൊക്കെ ഇടും. നമ്മൾ അവിടെ മീൻ ഇട്ടായിരുന്നു. മീനെ നോക്കാതെ നമ്മളൊക്കെ വിളിക്കാൻ ഒരുത്തം നിൽപ്പുണ്ട്. ബാക്കിയുള്ളവന്മാരൊക്കെ അവന്മാരൊക്കെ ഒരുത്തൻ 2 പേരോട് നിൽപ്പുണ്ട്. പിന്നെ ഈ ടൈപ്പ് ഇപ്പോൾ നിൽപ്പുണ്ട്. പിന്നെ ഇതാ ഈ കുളത്തിലുണ്ട് 2 പേന്മാർ. കുറച്ച് എണ്ണത്തിനും കൂടെ ഒന്ന് ഇട്ടേക്കാം. ഇതിനകത്ത് കുറച്ച് പേരും ഇട്ടേക്കാം. മീനുകളുടെ പൂരമാണ് ഇവിടെ. അയ്യോ തീർച്ചയായും അങ്ങോട്ട് തള്ളിപ്പോടെ നീ വെള്ളത്തിൽ. ഓക്കെ ഇവിടെ 2-3 ഇട്ടേക്കാം. വേറെ വെള്ളത്തിൽ ഇട്ടങ്ങോട്ട്. അത്രേ ഉള്ളൂ. പിന്നല്ല വെള്ളച്ചാട്ടത്തിനകത്തോട്ട് ഇടാൻ പറ്റുമോ? ഇവിടെ അൺലിമിറ്റഡ് ഫിഷസ് ആണ് ഇട്ട് വരുന്നത്. അടിപൊളി. ചാടി പോണ പോട്ട്. പിന്നല്ല ഇവിടെ മീനുകളുടെ പൂരമാണ് സുഹൃത്തുക്കളെ. മീനുകളുടെ പൂരം ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പുൽക്കൂട് കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടുള്ളത്. നല്ല രസമായിരുന്നു. പിന്നെ ആ സംഭവം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ലൈസ് നമ്മൾ ഇപ്പോഴേ അത് പറയാൻ നമുക്ക് ഫിഷിങ്ങിന് കാര്യങ്ങളൊക്കെ പോകണം ലൈസ്. അത് തന്നെ നമ്മൾ ഫിഷിങ്ങിന് കാര്യങ്ങളൊക്കെ പോകണം. നമ്മുടെ മറ്റേ വേൾഡ് ഉണ്ട്, നമ്മുടെ മെയിൻ വേൾഡ്. ആ വേൾഡിൽ നമുക്ക് ഒരു കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ട് പൂച്ച കൊണ്ടു കയറിയിരിക്കുന്നു. സിംഹ. അപ്പം ആ ഒരു വില്ലേജ് ഉണ്ടല്ലോ, ആ വില്ലേജിൻ്റെ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് വെറുതെ ഒരു ദിവസം മൊത്തം ചില്ലായിട്ട് ഫിഷിങ്ങിന് വേണ്ടി നമ്മൾ പോകണം. നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സൊക്കെ പോലെ നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി പോകണം. അതാണ് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ പിന്നെ വരാം. ഓക്കെ, എല്ലാവർക്കും ബൈ ഗൈസ്.